ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ആനമല ഹോം സ്റ്റേ എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്, അവിടേക്ക് പോയ വീഡിയോസാണ്. ഒന്നൊന്നര മാസമായി ഞാൻ ഡൈനിങ് ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ആനമല ഹോം സ്റ്റേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയ വീഡിയോസ് ആക്കുന്നത് കുറേ റാബിറ്റും പ്ലെയിൻ ഡക്കും പേർഷ്യൻ ഗേറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ കാണാനുണ്ട്. കുറേ ഗെയിംസ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതൊക്കെ നസാനെ ഞാൻ 2 മാസം മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ. അപ്പോൾ നസാനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോളെയും കൊണ്ട് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ പോയതാണ്. അന്ന് ഞങ്ങൾ പോയപ്പോൾ എൻട്രി ഫീസ് 30 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ചാർജ് കൂട്ടിയിട്ടുണ്ടായിരുന്നു, 80 രൂപ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇരുത്തി ഫോട്ടോ എടുത്തോളാം. അതൊക്കെ ഇരുത്തി ഫോട്ടോ എടുക്കുമ്പോൾ വാച്ച്മാൻ ഏതോ സൈഡിൽ കൂടെ വന്ന് എനിക്ക് കുറേ ചീത്തയൊക്കെ കിട്ടും. അത് പൊട്ടി വീഴുന്നു പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ നടന്നു പോകാൻ ഞാനാണത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഊഞ്ഞാലിലേക്ക് ഇരുന്ന് ആടാണ്. ഞാൻ ആട്ടി കൊടുക്കുന്നപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്വയമായിട്ട് ഇരുന്ന് ആടാണ്. അത് കഴിഞ്ഞിട്ട് മോൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. ബാക്കിൽ ഹോം സ്റ്റേ ആണ്, പിന്നെ പൂള്, അങ്ങനത്തെ കുറേ ഗെയിംസ്, അങ്ങനെ സൈഡിൽ കുറേ ഗെയിംസിൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. നാളെ കൊണ്ട് കുറച്ച് ക്ലിപ്പ് തന്നെ എടുത്തുള്ളൂ, അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അവളെ കളിക്കുന്ന തിരക്കിലധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. കാണുന്നതാണ് ഹോം സ്റ്റേ. പിന്നെ ആ സൈഡിൽ പൂളുണ്ട് കുട്ടികൾ കളിക്കാൻ പറ്റിയത്. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഡേ മൈ ലൈഫ് എടുക്കുന്ന വിചാരിച്ചു ഞാൻ ലാസ്റ്റ് പാർക്കിൽ പോകുന്ന ഒരു വീഡിയോ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാതെ അവൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഇപ്പം നിലത്തത്തിൻ്റെ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടോളൂ ഗൈസ്. എനിക്ക് പിടിക്കാൻ കിട്ടിയില്ല, കരഞ്ഞൊന്നുമില്ല. അവളത് ചിരിച്ച് ഒഴിവാക്കി. അതെത്തി. അപ്പോഴേക്കും വേറൊരു കുട്ടി വന്നിട്ട് അവളെ എടുക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് അതിൽ കയറുന്നത് ഭയങ്കര വാശിയായിരുന്നു. കുട്ടികൾ കളിക്കാൻ വേണ്ടി ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, ട്രെയിന്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, പൂള്, പിന്നെ എന്തൊക്കെയോ കുറേ അപ്പുറത്ത് ഓപ്പണായി വരുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങളൊരു വൈകുന്നേരം ഈവനിങ് ടൈമിലാണ് ഞങ്ങൾ പോയത്. ഇതിൻ്റെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് വേണ്ടേ. അങ്ങനെതാ പോകുന്ന നുള്ളാൻ പാടില്ല. സെക്യൂരിറ്റി ഞങ്ങളെ നോക്കി നോട്ടം വെച്ച് നടക്കുന്നുണ്ട് അതിനെ. ഇനിയും കുറേ ഊഞ്ഞാലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് കുറച്ച് നേരം ആടി, കുറച്ച് നേരം കളിച്ച് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ലാസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. പിന്നെ അവിടെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിളൊക്കെ ഇരുത്തി മോളെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. ഈ ഫോട്ടോയിൽ കാണാൻ നല്ല നിറച്ച് കുമ്പളങ്ങ ഒരു സൈക്കിളായിരുന്നു അത്. ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഈ കളറാക്കി വരുത്തിയിട്ടുണ്ട്. പിന്നെ ട്രെയിനിൽ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. 150 രൂപയ്ക്കുള്ള ആ ഒരു ഇതൊന്നും ഇല്ല കാണാൻ. 80 രൂപ ഓക്കെ. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസിലും കയറണമെങ്കിൽ 150 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 80 രൂപ എന്നാണ്. ഞങ്ങൾ 2 മാസം മുന്നേ പോയപ്പോൾ 30 രൂപയാണ് എൻട്രി ഫീസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ചാർജസൊക്കെ കൂട്ടി. അങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഓരോ പോസ്റ്റുകളാണിത്. എങ്ങനെയാണ് പൂളിൻ്റെ അടുത്തുള്ള സംഭവങ്ങളാണ് അതൊക്കെ. അത്രയുള്ള ഇന്നത്തെ വീഡിയോ.